കണ്ണൂരിൽ ഇന്നലെ നടന്ന KSU പ്രതിഷേധവും മന്ത്രി വീണ ജോർജിന് പരുക്കേറ്റതും തന്നെയാണ് ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം. കഴുത്തിന് പരുക്കേറ്റ മന്ത്രി വീണ ജോർജ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ICUവിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇതിനിടെ KSU പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രിക്ക് പരിക്കേൽക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. പ്രതിഷേധക്കാർ പാഞ്ഞെടുക്കുന്നതിനിടയിലാണ് മന്ത്രിക്ക് പരിക്കേറ്റതെന്ന് ദൃശ്യങ്ങളിൽ കാണാം. പക്ഷേ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈയാണ് തട്ടിയത്. വീണ ജോർജിന് പരിക്കേറ്റതിൽ ആസൂത്രിത ഗൂഢാലോചനയുണ്ടെന്ന വാദം ആവർത്തിക്കുകയാണ് CPIM. സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനിടയിൽ വിവിധയിടങ്ങളിൽ കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. പ്രതിരോധത്തിലായതോടെ ആരോപണമുന ആരോഗ്യമന്ത്രിക്കെതിരെ തിരിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. വീണ ജോർജിന്റേത് അഭിനയമാണെന്നും സ്പീക്കർ AN ഷംസീറിന് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നുമാണ് കോൺഗ്രസിന്റെ ആരോപണം. പ്രതിഷേധ സമയത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ റെയിൽവേ പോലീസ് പാലക്കാട് ഡിവിഷണൽ ഓഫീസർക്ക് അപേക്ഷ നൽകി. പ്രതിഷേധം എന്ന പേരിൽ നടക്കുന്ന മോശം പ്രവണതകൾ തിരുത്താൻ എന്തിനാണ് രാഷ്ട്രീയ നേതൃത്വം ഇനിയും മടിക്കുന്നത്? ജനാധിപത്യ വിരുദ്ധമായ ഇത്തരം സമരങ്ങളെ ഇനിയും പ്രോത്സാഹിപ്പിക്കുകയാണോ കോൺഗ്രസ് പാർട്ടി എന്ന ചോദ്യം അവശേഷിക്കുന്നു. ആദ്യ ഇന്നലെയുണ്ടായ അതിരുവിട്ട പ്രതിഷേധത്തിൽ മന്ത്രി വീണ ജോർജിന് പരിക്കേൽക്കുന്ന ദൃശ്യങ്ങൾ ഇന്ന് പുറത്തുവന്നു. പ്രതിഷേധത്തിനിടെ പ്രവർത്തകർ മന്ത്രിക്ക് നേരെ ഇരച്ചെത്തുമ്പോൾ പോലീസ് സംരക്ഷണമൊരുക്കാൻ ശ്രമിക്കുന്നതും ഇത് ഭേദിച്ച് പ്രവർത്തകർ ഇടിച്ചു കയറുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ആസൂത്രിതമായ വധശ്രമമാണ് ആരോഗ്യമന്ത്രിക്കെതിരെ ഉണ്ടായതെന്ന് CPIM ആരോപിച്ചു. കഴുത്തിന് ഗുരുതര പരിക്കേറ്റ വീണ ജോർജിന് ICUവിൽ തന്നെ ചികിത്സ തുടരാനാണ് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനം. കണ്ണൂരിൽ നടന്നത് സ്പീക്കറുടെ അറിവോടെയുള്ള രാഷ്ട്രീയ നാടകമാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. സ്പീക്കറുടെ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. വീണ ജോർജിനെതിരായ അതിക്രമ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ KSU ജില്ലാ പ്രസിഡന്റ് അതുൽ, പ്രവർത്തകരായ അക്ഷയ്, മുബാസ്, യാസിൻ, ബിദുൽ എന്നിവരെ മാർച്ച് 12 വരെ കോടതി റിമാൻഡ് ചെയ്തു. ആരോഗ്യമന്ത്രിക്കെതിരായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് DYFയും SFIയും നടത്തിയ മാർച്ച് പലയിടങ്ങളിലും അക്രമാസക്തമായി. അതേസമയം അതിരുവിട്ട KSU പ്രതിഷേധത്തെ രാഷ്ട്രീയ ആയുധമാക്കി പ്രചാരണം ശക്തമാക്കാനാണ് CPIM തീരുമാനം. RDX ന്യൂസ് മലയാളം. മന്ത്രി വീണ ജോർജിന് പരിക്കേറ്റതിൽ ആസൂത്രിത ഗൂഢാലോചനയുണ്ടെന്ന വാദം ആവർത്തിക്കുകയാണ് CPM. വനിതാ മന്ത്രിയെ ആക്രമിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണെന്ന് MV ഗോവിന്ദൻ ആവർത്തിച്ചു. ഗുണ്ടായിസത്തെ കോൺഗ്രസ് ന്യായീകരിക്കുന്നത് ശരിയല്ലെന്നും തെറ്റുപറ്റിയെന്ന് കോൺഗ്രസ് അംഗീകരിക്കണമെന്നും മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. KSU നടത്തിയത് ഗറില്ല മോഡൽ ആക്രമണമാണെന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് ആരോപിച്ചു. അവരുടെ വാക്കുകളിലേക്ക്. നിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ ഇന്നേ വരെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വനിതാ മന്ത്രിയെ കയ്യേറ്റം ചെയ്ത് കടന്നാക്രമിച്ച് കൊല്ലാൻ ശ്രമിക്കുക എന്നുള്ളത് അപൂർവ സംഭവമാണ്. അങ്ങനെ സംഭവമേയില്ല ഇവിടെ. അതിനെ ന്യായീകരിക്കുക, ആ ന്യായീകരിക്കുന്നതാണ് തെറ്റ്. ഒരു തെറ്റ് ഞങ്ങൾക്ക് പറ്റിപ്പോയി, ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഒരു തെറ്റ് പറ്റിപ്പോയാൽ ആ തെറ്റ് പറ്റി എന്ന് അംഗീകരിക്കുന്നതാണ് മാന്യത. ഇത് അങ്ങേയറ്റം തെറ്റായ കാര്യമാണ്. ഇവരെ പോലുള്ള ആളുകളെ വിശ്വസിച്ച് എങ്ങനെയാണ് പൊതുരംഗത്ത് കോൺഗ്രസിനകത്ത് നിൽക്കുന്ന ആർക്ക് തന്നെ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുക? കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരെല്ലാം ഈ അക്രമത്തെ അംഗീകരിക്കുന്നവരാണോ? നിരപരാധിയായ ഒരു വനിതാ മന്ത്രിയെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് ചെറിയ കാര്യമല്ല. എത്ര പ്രചരണം നാടകമാണെന്നോ വ്യാജമാണെന്നോ ഒക്കെ പറഞ്ഞാലും ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ ജോർജ് തന്നെ ഏർപ്പെടുത്തിയ ആളുകളാണെന്ന് നാളെ ഇവർ പറഞ്ഞാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. കേരളത്തിലെ ആരോഗ്യമന്ത്രിക്കെതിരെ എന്തിനാണ് ഇങ്ങനെ ഒരു ഗറില്ല മോഡൽ അക്രമത്തിന് ഇവർ നേതൃത്വം കൊടുക്കുന്നത്? ഈ ഒളിപ്പോര് നടത്തുന്നത് എന്തിനാ? ഇങ്ങനെ ഗറില്ല മോഡൽ അക്രമം നടത്തി മന്ത്രിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ടതിൻ്റെ എന്താവശ്യകതയെ ഈ സമരത്തിൻ്റെ ഒരു പ്രാധാന്യം നിങ്ങൾ പരിശോധിച്ചോ? KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രൻ ഇന്നലെ ഫേസ്ബുക്കിലൂടെ നടത്തിയ ഭീഷണിക്ക് മറുപടിയായി SFIM ഇന്ന് രംഗത്ത് വന്നു. എന്തോ ചെയ്യുമെന്ന് KSU പറഞ്ഞല്ലോ എന്നും അതിന് ഞങ്ങൾ വന്ന് നിന്ന് തരാമെന്നും SFI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി MA നന്ദൻ പറഞ്ഞു. ഞങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചാക്രമിക്കുമെന്നും നന്ദന്റെ വെല്ലുവിളിയുണ്ട്. അതുകൂടി കേൾക്കാം. വീട്ടിനകത്തിരുന്ന് ഒളിച്ചുകൊണ്ടിരുന്ന് നവമാധ്യമത്തിലൂടെ മാത്രം അക്രമം അഴിച്ചുവിടുന്ന KSUക്കാരനോട് SFIക്ക് സൂചിപ്പിച്ചു വെക്കാനുള്ളത്, ഞങ്ങൾ ഈ സിറ്റിക്കകത്ത് തന്നെ ഉണ്ട്. ഇന്നലെ KSUവിന്റെ സംസ്ഥാന നേതാക്കന്മാർ പറഞ്ഞു SFIക്കാരന്മാരെ അങ്ങ് എന്തോ ചെയ്തു കളയുമെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സമയം പറഞ്ഞാൽ മതി, ഞങ്ങൾ വന്ന് നിന്ന് തരാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങളങ്ങ് ചെയ്ത് കാണിക്കുന്ന ഈ അവസരത്തിനകത്ത് SFI KSUവിനെ വെല്ലുവിളിക്കുകയാണ്. എന്തോ അങ്ങ് SFI അങ്ങ് മറിച്ചു കളയും. വിഷയത്തിൽ പ്രതിരോധത്തിലായതോടെ ആരോഗ്യമന്ത്രിക്കും CPIM-നും ആരോപണം
എതിരെ ആരോപണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. വീണ ജോർജിൻ്റേത് അഭിനയമാണെന്നും മന്ത്രി കേരളത്തിന് മുന്നിൽ പരിഹാസ്യ കഥാപാത്രമായെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ആക്രോശിച്ചടുത്തത് ആരോഗ്യമന്ത്രിയാണ് എന്നും KSU പ്രവർത്തകർ കയ്യേറ്റം ചെയ്തിട്ടില്ലെന്നുമാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ വാദം. KSU പിള്ളേർക്കെതിരെ വ്യാജ റിപ്പോർട്ട് എഴുതിയ പോലീസുകാർ പെൻഷൻ വാങ്ങില്ല എന്ന് കടുപ്പിച്ചിരിക്കുകയാണ് കെ മുരളീധരൻ. അവരുടെ വാക്കുകളിലേക്ക്. ഇല്ലാത്ത ഒരു കള്ളക്കഥയുണ്ടാക്കി പച്ചക്കള്ളം പ്രചരിപ്പിച്ച് നടത്തുന്ന കാര്യം ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അവരിപ്പോൾ ആരോഗ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പരിഹാസപാത്രമാണ്. കാരണം അവരഭിനയിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു വിഷ്വലിൽ ആരോഗ്യമന്ത്രി ആരെങ്കിലും KSU പ്രവർത്തകർ സ്പർശിക്കുന്നതായിട്ട് കാണിച്ചു തരാമെങ്കിൽ ഞങ്ങൾ സമ്മതിക്കാം. മറിച്ചാണ് യാഥാർത്ഥ്യം. തീർത്തും വാസ്തവ വിരുദ്ധമാണ് ഈ പ്രചരണം. ഇന്നലെ രാത്രി മന്ത്രിയെ പെരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പെരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതാണ്ട് CPMൻ്റെ പാർട്ടി ഓഫീസാണ്. ഇന്നലെ ജില്ലാ ആശുപത്രിയിൽ നിന്ന് പെട്ടെന്ന് മന്ത്രിയെ അങ്ങോട്ട് മാറ്റിയത് തന്നെ ഈ തിരക്കഥയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു വിദഗ്ധ സംഘം ഡോക്ടർമാർ വന്ന് മന്ത്രിയുടെ ഈ പരിക്കൊന്ന് പരിശോധിക്കാം. അതാകുമ്പോൾ ആർക്കും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവില്ലല്ലോ. അതേസമയം വീണ ജോർജിനെതിരായ പ്രതിഷേധത്തിൽ BJP നേതാക്കൾക്ക് ഭിന്നാഭിപ്രായമാണ്. ജനാധിപത്യ വിരുദ്ധമായ പ്രതിഷേധമാണ് നടന്നതെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞപ്പോൾ കണ്ണൂരിലേത് വ്യാജ ഏറ്റുമുട്ടലാണെന്നും നടക്കുന്നത് സമര നാടകമാണെന്നുമാണ് K സുരേന്ദ്രന്റെ നിലപാട്. പരാക്രമം സ്ത്രീകളോട് പാടില്ലെന്നും ഇത് കോൺഗ്രസ് സംസ്കാരത്തിന് ചേർന്നതല്ലെന്നും പത്മജ വേണുഗോപാലും പ്രതികരിച്ചു. അതുകൂടി കേൾക്കാം. ഇങ്ങനെ ഒരു നാടകവും ഒരു എന്താ പറയുക, ഒരു ചെറ്റത്തരം ചെയ്യുന്ന ഒരു കോൺഗ്രസ് പാർട്ടി അല്ല ഇന്നലെ ചെയ്യുന്നത്. വീണ ജോർജ് ഒരു ഇൻകോമ്പറ്റൻ്റ് മന്ത്രിയാണെന്ന് ഞാനും പറയുന്നു. കഴിവില്ല, അത് ഹെൽത്ത് മിനിസ്റ്റർ ആവാൻ പാടില്ല, രാജിവെച്ച് പോകണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉപദ്രവിക്കരുത്. ഈ തെരഞ്ഞെടുപ്പായതുകൊണ്ട് അവരൊരു വ്യാജ ഏറ്റുമുട്ടൽ നടന്നു. ഒരു ഷേഡോ ഫൈറ്റാണ് ഇവിടെ നടക്കുന്നത്. ശബരിമല പോലുള്ള നിർണായകമായ വിഷയങ്ങളിൽ കൈ പൊള്ളിയിരിക്കുകയാണ് രണ്ട് മുന്നണികൾക്ക്. അപ്പോൾ കിട്ടിയ ഏതെങ്കിലും ഒരു വടിവെച്ച് പരസ്പരം അടിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. LDFും UDFും തമ്മിൽ നടക്കുന്നത് ഒരു വ്യാജ ഏറ്റുമുട്ടൽ മാത്രമാണ്. അത് മന്ത്രി ആയിക്കോട്ടെ, ഒരു സാധാരണ ഒരു വനിതയായിക്കോട്ടെ, അവർക്കെതിരെയല്ല. പണ്ട് പറഞ്ഞിട്ടില്ലേ, പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടു എന്ന് പണ്ടുണ്ട്. അപ്പോൾ അരുത് കാട്ടാള, മാനിഷാദ, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഓർമ്മയില്ലേ? അതന്നെ എനിക്കിപ്പോഴും പറയാതെ. മാനിഷാദ, പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടു. ശ്യാമലി, ഇതെന്തായാലും ഇന്നും രണ്ടാം ദിവസവും പ്രധാനപ്പെട്ട വിവാദ വിഷയം ഇതാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വീണ ജോർജ് അഭിനയിച്ച് ഫലിപ്പിക്കുകയാണ് ഇത് എന്നുള്ള വാദം ഒരു ഭാഗത്ത്. അതല്ല, KSU പ്രവർത്തകർ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചു, കൈപിടിച്ച് തിരിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള വാദം മറുഭാഗത്ത്. സത്യം ഇത് രണ്ടിൻ്റെയും ഇടയിലാണ് സത്യം നിൽക്കുന്നത് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ എന്താ തോന്നുന്നത്? എനിക്കിത് കണ്ടിട്ട് ഹർഷൻ തോന്നുന്നത്, വീണയെ ആയുധമാക്കി ഒരു ആരോഗ്യരംഗത്തിനെതിരെ വലിയ രീതിയിൽ ഒരു ക്യാമ്പയിൻ ഉയർത്തിക്കൊണ്ടുവരുന്നു. ഫലപ്രദമായി അതിനെ ഈ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുകയായിരുന്നു കോൺഗ്രസിൻ്റെ UDFിൻ്റെ ഒരു രീതി. അത് KSU പ്രവർത്തകർ കണ്ണൂരിൽ അതിൻ്റെ പടിക്കൽ കലമുടിച്ചു എന്ന് വേണം പറയാൻ. കാരണം വീണയ്ക്കെതിരെ ഒരു അതിക്രമം നടത്തുന്നത് വഴി അവരുടെ ആ തെരഞ്ഞെടുപ്പ് തന്ത്രം അങ്ങ് പാളി എന്നാണ് ഞാൻ ആദ്യമായി എനിക്ക് പറയാനുള്ളത്. എന്താ വീണയ്ക്കെതിരെ നിർത്തുന്ന കുറ്റപത്രം? വീണ ജോർജിനെതിരെ വീണ ജോർജ് പ്രകോപനമുണ്ടാക്കി, പല ആവർത്തി ഇവരെ പ്രകോപിപ്പിച്ചു. പിന്നെന്താ അതിനുശേഷമുള്ളത്? അഭിനയം എന്ന നിലക്ക് ഓസ്കർ അവാർഡ് നൽകണം എന്ന നിലക്കൊക്കെയാണ്. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, വീണ ജോർജ് മന്ത്രി അന്ന് പത്തനംതിട്ട വീടിന് മുന്നിൽ നിന്നുകൊണ്ട് മാധ്യമപ്രവർത്തകരോട് പറയാണ്, ഞാനിവിടെ ഇറങ്ങി നിൽക്കുകയാണ്, അവർ വരട്ടെ, ഞാൻ മറുപടി പറയാം. എന്താണ് അവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാനുള്ള ഒരു കോൺഫിഡൻസ് എന്നാണ് ഞാൻ ആലോചിച്ചത്. അത് തീർച്ചയായും ഞാനിവിടെ ഇറങ്ങി നിൽക്കുക എന്ന് അവർ പറയണമെങ്കിൽ തീർച്ചയായും അവർ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ ആരോഗ്യരംഗത്ത് ഉണ്ടാക്കിയെടുത്ത മാറ്റങ്ങളിലുള്ള അവർക്കുള്ള വിശ്വാസമാണ് അവരെ ഈ ഇറങ്ങി നിൽക്കലിനും ഇത്തരത്തിലുള്ളൊരു മറുപടി കൊടുക്കുന്നതിനും. ഈ പറയുന്ന പോലെ KSU പ്രവർത്തകർ ഇരച്ചു കയറുമ്പോൾ വരൂ, ഞാൻ ചോദിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കാൻ അവരെ കൊണ്ട് അങ്ങനെ ആക്കിക്കുന്നത് അവരുടെ പ്രവർത്തനത്തിലുള്ള അവരുടെ വിശ്വാസമാണ്. അതാണ് വീണയുടെ ആത്മവിശ്വാസത്തിലൂടെ ഞാൻ കാണുന്നത്. അത് പ്രകോപനപരമായിട്ട് കാണാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതങ്ങനെ മാത്രമേ എനിക്കതിനെ വിലയിരുത്താൻ കഴിയുന്നുള്ളൂ. ഒരാൾക്ക് അത്രയും അധികം ആത്മവിശ്വാസം അവരുടെ കർമ്മമണ്ഡലത്തിൽ ഉണ്ടാകുമ്പം സ്വാഭാവികമായും അവരെന്തിനാണ് പ്രതിഷേധങ്ങളെ ഭയക്കുന്നത്? ഞാൻ അങ്ങനെ അതിനെ കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഇറങ്ങി നിൽക്കലിനെ ഞാൻ അങ്ങനെ കാണുന്നു. കാരണം 10 വർഷമായി 2 സ്ത്രീകൾ നിന്ന് നയിച്ച
ഒരു ആരോഗ്യരംഗം അതിനൊരു സാക്ഷ്യമാണ്. അതുകൊണ്ടുള്ള ആ ധൈര്യത്തിലാണ് വീണ അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് അതിനെ ഞാൻ അങ്ങ് റദ്ദ് ചെയ്യുകയാണ്. ഈ പ്രകോപനമുണ്ടാക്കി വീണ എന്ന് പറയുന്നതിന് ഇല്ല, അതിനെ മറുപടി പറയാനുള്ള ആർജവമായിട്ടേ നിലവിൽ ഞാൻ കാണുന്നുള്ളൂ. പിന്നെ എന്തായിരുന്നു കഴിഞ്ഞ 5 വർഷമായി വീണ ജോർജ് അവരുടെ കർമ്മമണ്ഡലത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളോ അല്ലെങ്കിൽ നല്ല മാറ്റങ്ങൾ ചിലപ്പോൾ മുൻപുണ്ടായതിൽ നിന്നും മെച്ചപ്പെടുത്തിയെടുത്തത്? അതെന്ന് പറഞ്ഞാൽ വികസിത രാജ്യങ്ങൾക്കും മാതൃകയായ ഒരു മാറ്റം കേരളം, ആരോഗ്യ കേരളം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടതുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടിലെ നേട്ടം 1000 ശിശുക്കളിൽ 5 മരണം എന്നുള്ളത് അങ്ങ് US-ലെ കുറഞ്ഞേക്കാൾ കുറഞ്ഞ, അതെ അവിടെയുള്ളത്. അപ്പം നമ്മുടെ ഇവിടെ 5ആണുള്ളത്. അതിനേക്കാൾ കുറഞ്ഞ ശിശുമരണ നിരക്കാണ് ഒന്നുള്ളതെന്നുള്ളതാണ്. മറ്റൊന്ന് ആ കൂട്ടത്തിൽ തന്നെ പെടുത്തി പറയേണ്ടതാണ് മാതൃമരണ നിരക്ക് എന്നുള്ളതും. പിന്നെ ഞാൻ ആലോചിക്കുകയാണ്, നമ്മളുടെ ഈ കഴിഞ്ഞ 10 വർഷത്തിൽ ആരോഗ്യരംഗം കടന്നുപോയ ഏതൊക്കെ ഘട്ടങ്ങളുണ്ട്. നിപ്പയുണ്ട്, കോവിഡുണ്ട്, ഇപ്പോൾ ഏറ്റവും അവസാനമായി വന്ന അമീബിക് മസ്തിഷ്ക ജ്വരം എന്നുള്ളതുമുണ്ട്. ഇതൊക്കെ അത്യാവശ്യം നന്നായി അതിജയിച്ച ഒരു സിസ്റ്റമല്ലേ ഇവിടെയുള്ളത്. ഈ സിസ്റ്റം എന്ന വാക്ക് ഞാൻ കാര്യമായി ഉപയോഗിക്കുകയാണ്. കാരണം ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വലിയ ശ്രമകരമായ കാര്യമാണ്. ആ സിസ്റ്റം ഉണ്ട് നിലവിൽ എന്ന് തന്നെയാണ് ഞാൻ പറയും. കാരണം 10 വർഷത്തിന് മുമ്പ് ഏറ്റവും അധികം തകർന്ന സിസ്റ്റങ്ങളിൽ ഒന്ന് ആരോഗ്യം, പൊതുഗതാഗതം, വൈദ്യുതി, ഇവയൊക്കെ, പൊതുമരാമത്ത് വകുപ്പ്, ഈ പറയുന്ന പോലെ ഈ വകുപ്പുകൾ. അപ്പോൾ ഞാൻ പറയുകയാണ്, അതിനെയൊക്കെ അതിജയിച്ച ഒരു സിസ്റ്റമായിരുന്നില്ല ഇവിടെ ഉണ്ടായിരുന്നത്. ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 99% മരണനിരക്ക് ഉള്ള ഒരു കാര്യമായിരുന്നു അത്. അതിനെ 24% കുറച്ച ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. ഇത് PR ഒന്നുമല്ല, ഇത് കണക്കാണ്. ഇത് നമ്മൾക്ക് എല്ലാ സൈറ്റുകളിലും പൊതുമണ്ഡലത്തിൽ തന്നെയുള്ള കണക്കുകളാണ്. മറ്റൊന്ന്, നാഷണൽ ക്വാളിറ്റി അൻഷുറൻസ് സ്റ്റാൻഡേർഡ് ഉള്ള 275 ആരോഗ്യ കേന്ദ്രങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുള്ളത്. 275 എന്നുള്ളത് ഒരു 14 ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ തന്നെ ഒരു ജില്ലയിൽ 15 മുകളിലുണ്ടാവാം അല്ലേ? അപ്പോൾ അത്രയും വിശ്വസ്തമായ ചില സ്ഥാപനങ്ങൾ നമ്മൾക്കിടയിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ സർക്കാർ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ പോലുള്ള വളരെ സങ്കീർണമായ കാര്യങ്ങൾ നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ സംഭവിക്കുന്നു എന്നുള്ളത് ഒരു വേള അവിശ്വസനീയമാണ്. പക്ഷേ അത് യാഥാർത്ഥ്യമാണ്. ഇവിടെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവയവമാറ്റത്തിനായി മാത്രം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ പദ്ധതിയാണ് അതൊക്കെ. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം നമ്മുടെയാണ്. അത് ഈ പറയുന്ന പോലെ നമ്മുടെ ഹെൽത്ത് മിനിസ്ട്രിയുടെ സൈറ്റിൽ പോയി നോക്കിയാൽ തന്നെ അതിനുള്ളിലുണ്ട്. ഇതൊക്കെ ആർക്കും വായിച്ചെടുക്കാവുന്ന കാര്യമാണ്. ഏറെക്കുറെ ഒരു 30 ലക്ഷം പേർക്കാണ് കഴിഞ്ഞ 4 വർഷ കാലയളവിൽ സൗജന്യ ചികിത്സ നൽകിയത്. അതൊക്കെ 7000 കോടിയോളം ചിലവാകുന്ന ഒരു കാര്യമാണ് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്. ഇത് അവകാശമാണെന്നൊക്കെ നമുക്ക് പറയാം, അതിലേക്ക് ഞാൻ വരാം. കേരളത്തിൻ്റെ സാമൂഹിക അധിഷ്ഠിത സാന്ത്വന പരിചരണം ഹിമാചൽ പ്രദേശ് പോലും മാതൃകയാക്കിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ പറയുന്നത് പോലെ സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ എന്തോ ഔദാര്യമല്ല, ഇതൊരു അവകാശമാണ് എന്നാണ് ഈ കാര്യങ്ങളൊക്കെ പ്രതിപക്ഷം സാധാരണഗതിയിൽ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. ശരിയാണ്, ഈ അവകാശങ്ങൾ നിങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് കിട്ടിയിരുന്നോ എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഈ അവകാശങ്ങളിൽ പലതും ആ സമയത്ത് കിട്ടിയിരുന്നില്ല. ഇത് അവകാശമാണെങ്കിലും ഈ അവകാശങ്ങൾ എത്തിക്കാൻ ഒരു സിസ്റ്റം ഇവിടെ വേണ്ടേ? ആ സിസ്റ്റത്തിലൂടെയാണല്ലോ ഇത് സാധ്യമാകുന്നത്. അപ്പോൾ അങ്ങനെ ഡെലിവർ ചെയ്യാൻ ഒരു സംഗതിയോ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ അവിടെ പരിശോധിക്കേണ്ടത്. VS ശിവകുമാറിൻ്റെ കാലത്താണ് സ്വാഭാവികമായി നമ്മൾ ആ ഘട്ടത്തിലേക്ക് പോവുക. എന്തിന്? ഏറ്റവും ചെറിയ കാര്യം, ലാബുകൾ പോലും, ഒരു രക്തം പരിശോധിക്കുന്ന ലാബുകൾ പോലും 250 എണ്ണം സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ട് ഒന്നുപോലും സ്ഥാപിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഡയാലിസിസ് യൂണിറ്റുകൾ നമ്മുടെ ജില്ലാ ആശുപത്രികളിൽ 12 എണ്ണമോ 15 എണ്ണമോ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് 125 ഉയർത്തി ഓരോ ദിവസവും 3000-ഓളം പേർ നമ്മുടെ സംസ്ഥാനത്ത് ഡയാലിസിസ് ഒക്കെ ചെയ്യണം. അതൊക്കെ ഡയാലിസിസ് ഒരു വൃക്ക സംബന്ധമായ അസുഖം ഉള്ള ഒരു രോഗി വളരെ വൈകാരികമായ ഒരു സാഹചര്യത്തിലൂടെ അവരുടെ കുടുംബവും ഫിനാൻഷ്യലിയും അങ്ങനെ കടന്നു പോകുന്ന സമയത്താണ് നമ്മളിവിടെ സൗജന്യമായും അല്ലെങ്കിൽ അതിന് മുകളിലുള്ള APL വിഭാഗക്കാർക്കാണെങ്കിലും മറ്റ് ഉപാധികൾ വെച്ചുകൊണ്ട് അതിനെ കൃത്യമായി നിഷ്കർഷിച്ചുകൊണ്ടുള്ള ചികിത്സ ഇവിടെ ലഭ്യമാക്കി വരുന്നത്. അപ്പോൾ ഞാൻ പറയാം, പിന്നെ മറ്റൊന്ന് നീതി ആയോഗിൻ്റെ തന്നെ ഇതിപ്പം വളരെ പോസിറ്റീവായിട്ടാണ് ചില കാര്യങ്ങൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് വീണ പരാജയമാണ്, പക്ഷേ അങ്ങനെ ആക്രമിക്കരുത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോഴും ഞാൻ പറയുന്നത് കേന്ദ്ര നീതി ആയോഗിൽ തന്നെ ആരോഗ്യ കേരളം 1ാമതാണ് എന്നും പറയുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളുണ്ട്. പിന്നെ മാത്രമോ ജില്ലാ താലൂക്ക് ആശുപത്രികൾ നവീകരിക്കുന്നു, അവ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നു, പുതിയ തസ്തികകൾ ഉണ്ടാക്കുന്നു. ഒരു മന്ത്രി ഇതിൽ പരം എന്ത് ചെയ്യും? ഒരു മന്ത്രിക്ക് ഇതിൽ പരം എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ അടക്കം കൂടി ഒരു മന്ത്രി ഉണ്ടാക്കിയെടുത്ത അച്ചീവ്മെൻ്റ് ഇതൊക്കെയാണ്. അപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നത് സത്യത്തിൽ മന്ത്രി വീണ ജോർജിന് ഒരു ശക്തമായ PR-ൻ്റെ ആവശ്യമുണ്ട്. ശരിക്കും ഒരു PR ടീം മന്ത്രി വീണ ജോർജിന് മാത്രമായി വേണം. കാരണം എങ്കിൽ മാത്രമേ ഇപ്പം
ഞാൻ നേരത്തെയൊക്കെ വിചാരിക്കുമായിരുന്നു ഈ PR എന്ന് പറയുന്നത് എന്തോ ഇല്ലാത്ത കാര്യം പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു നില, അതിനുള്ള അങ്ങനെ ഒരു നെറേറ്റീവ് പ്രതിപക്ഷം കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ മാത്രമല്ല കാര്യത്തിൽ ഭരണപക്ഷത്തിനും ആ കാര്യത്തിൽ PR അങ്ങനെ ഒരു സംഗതിയാണെന്ന് അവതരിപ്പിക്കുന്നതിൽ പങ്കുണ്ട്. പക്ഷേ ഒരു PR വേണം. എന്താണത്? പബ്ലിക് റിലേഷൻ എന്നാണ് സത്യത്തിൽ അതിൻ്റെ അർത്ഥം. ജനങ്ങളുമായിട്ടുള്ള ബന്ധം അത് ഊട്ടിയുറപ്പിക്കണം. ഇത് ആരോഗ്യം രംഗം എന്ന് പറയുന്നത് തന്നെ വളരെ വൈകാരികമായ ഒരു രംഗം കൂടിയാണ്. കാരണം ഏറ്റവും അധികം വേദന അനുഭവിക്കുന്നവരും താഴെത്തട്ടിലുള്ളവരാണ് മുകളിലുള്ളവരൊക്കെ. ഒരു പല്ലുവേദന വന്നാൽ പോലും എല്ലാവർക്കും അത്രയധികം വേദനയാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായും പല്ല് പറിക്കാൻ പോകുമ്പോൾ തൊട്ടിപ്പുറത്തുള്ള പല്ല് പറിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ്, അതൊക്കെ ഉള്ളതാണ്. ആ ഘട്ടത്തിലാണ് ആളുകൾ വൈകാരികമായി തന്നെ ഈ രംഗത്തെയും ഇതിലെ പിഴവുകളെയൊക്കെ അങ്ങനെയാണ് സമീപിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, എനിക്ക് തോന്നുന്നു വീണ ജോർജിന് വളരെ അത്യാവശ്യമായ നല്ലൊരു PR ടീം ആവശ്യമുണ്ട്. കാരണം ഈ അസംഖ്യം മാധ്യമപ്രവർത്തകരുടെയും ഇത്രയധികം വിമർശകരുടെയും രാഷ്ട്രീയ പ്രതിയോഗികളെയൊക്കെ വാടപ്പിക്കുന്ന രീതിയിൽ ഈ നേട്ടങ്ങൾ ഉയർത്തിക്കാണിക്കാൻ വീണ ജോർജിനൊരു PR വളരെ അത്യാവശ്യമാണ്. അതുമാത്രമല്ല, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഞങ്ങൾ റീത്ത് വയ്ക്കും, അത് ഞങ്ങളുടെ പ്രവർത്തകർ കരിങ്കൊടി കാണിക്കും. അപ്പോഴാണ് ഈ വിഷയങ്ങളൊക്കെ കേരളം എത്രയും അധികം ചർച്ച ചെയ്യുന്നത് എന്നാണ് OJ ജനീഷ് അടക്കം പറഞ്ഞത്. പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നത്, റീത്ത് വെച്ചോളൂ, ചർച്ച ചെയ്തോളൂ. അപ്പോഴും ആ കൂട്ടത്തിൽ പിഴവുകൾ 4-5 പിഴവുകൾ ചർച്ച ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ നേട്ടങ്ങൾ മുഴുവനും ആ ഘട്ടത്തിൽ വരും. കാരണം ഒന്ന് ഗൂഗിൾ ചെയ്യുകയാണല്ലോ മനുഷ്യന്മാർ, ആ സമയത്ത് ഈ നേട്ടങ്ങൾ മുഴുവനായി വരും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, വീണയെ ചാരി വലിയൊരു പ്രചാരണ തന്ത്രമാക്കി കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഘട്ടത്തിൽ ഒന്ന് പാളിയിട്ടുണ്ട്, അതിനൊരു മങ്ങലേറ്റിട്ടുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടിയിരുന്നു അവർ ഈ ഘട്ടത്തിൽ. റൈറ്റ്. എനിക്ക് തോന്നുന്നു ശ്യാമലി ഏതാണ്ട് സമഗ്രമായി തന്നെ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മാറ്റങ്ങളും നേട്ടങ്ങളും ഒക്കെ വിശദമായി പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരാളാണ് ആരോഗ്യമന്ത്രി എന്നത് സാധാരണ മാധ്യമങ്ങളിലധികം ആ നിലയ്ക്ക് ചർച്ച ചെയ്ത് പോവാറില്ല. കാരണം അതിലല്ല പലപ്പോഴും ഫോക്കസ് വരാറുള്ളത്. അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ കൂടിയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ നടന്ന സംഭവത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. കാരണം അതിലേക്ക് വന്നാൽ അത് എല്ലാവരും കുറച്ച് ഓവറാണെന്ന് നമ്മൾ പറയത്തില്ലേ, ആ മട്ടിൽ പറഞ്ഞു പോകേണ്ട ഒരു അവസ്ഥയുണ്ട് എന്നുള്ളതാണ് വാസ്തവം. കാരണം അവിടെ ഒരു സംഘർഷമുണ്ടായി. എന്തിനാണ് KSU അങ്ങനെ ഒരു സ്ഥലത്ത് കരിങ്കൊടി കാണിക്കാൻ പോയത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ സാധാരണ കരിങ്കൊടി കാണിക്കുക, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ആളുകൾ യാത്ര ചെയ്യുന്ന സമയത്ത് അവരുടെ കോൺവോയ്ക്കിടയിലേക്ക് പാഞ്ഞു കയറുകയോ അവിടെ കരിങ്കൊടി കാണിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് രീതി. നേരത്തെ നമ്മൾ ഓർക്കുന്നുണ്ടാവുമല്ലോ, മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കുമ്പോൾ രക്ഷാപ്രവർത്തനം എന്നുള്ള പേരിൽ DYFI പ്രവർത്തകർ ആ ആളുകളെ മർദ്ദിക്കുന്ന സ്ഥിതി ഉണ്ടായപ്പോൾ മാധ്യമങ്ങളുടെ സമീപനം എന്തായിരുന്നു? അതിശക്തമായി. നമ്മുടെ അടക്കം സമീപനം എന്തായിരുന്നു? അതിശക്തമായി തന്നെ ഈ രക്ഷാപ്രവർത്തനം എന്ന പരിപാടി ശരിയല്ല എന്ന നിലപാട് നമ്മളെല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഏതാണോ സാഹചര്യം? ഇവിടെ നടന്നു പോവുകയാണ്, ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് നടന്നു പോവുകയാണ്. അത് തിരിച്ചിങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട് നടന്നു പോകുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ നേരത്തെ എയർപോർട്ടിൽ നടന്ന വിമാനത്തിനുള്ളിൽ നടന്ന പ്രതിഷേധത്തിന് സമാനമായ ഒരു പ്രതിഷേധം അവിടേക്ക് ഇരച്ച് കയറുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുക, എന്താണ് ഈ പ്രതിഷേധത്തിൻ്റെ രീതി എന്ന് നേരത്തെ ഒന്നും പറഞ്ഞു വെച്ചിട്ടില്ലല്ലോ. രഹസ്യമായിട്ട് വന്ന് ഇടിച്ച് കയറുകയാണ്. അതിൽ തന്നെ ആദ്യം ഇന്നിപ്പോൾ പുറത്ത് വന്ന ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത്, ആദ്യം ഒരാൾ വരുന്നു, അയാളെ പോലീസ് പിടിച്ചെടുത്തു. രണ്ടാമത് വരുന്ന ആൾക്ക് കുറേ കൂടി ഈ പോലീസ് വലയം ഭേദിച്ച് അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട്. അയാൾക്ക് കഴിയുന്നുണ്ട്. ഒരു ബാഗ് തോളിൽ ഇട്ടയാൾ അയാൾ ഇടിച്ചുള്ളിലേക്ക് കയറുമ്പോൾ അവിടെ ഒരു കൂട്ടപ്പൊരിച്ചിലുണ്ടാവുന്നു. നമ്മൾ രാവിലെ മുതൽ വളരെ കൃത്യമായ ദൃശ്യം കൊടുക്കുന്നുണ്ട്. വീണ ജോർജിൻ്റെ ഈ ഭാഗത്ത് വന്ന് തട്ടുന്നു എന്നുള്ളത്. അങ്ങനെ ഒരു തട്ടൽ മതി ഒരാൾക്ക് പരിക്കേൽക്കാൻ. അത് മാത്രമല്ല, അത്രയും പോലും വേണ്ട. വീണ ജോർജിനെ അതിനുശേഷം പോലീസുകാർ പിടിച്ചു നിർത്തുന്നുണ്ട്, ഷോൾഡറിൽ പിടിച്ചു നിർത്തുന്നുണ്ട്. വീണ ജോർജ് സ്വാഭാവികമായിട്ടും വളരെ അഗ്രസീവായി തന്നെ അവരോട് ശബ്ദമുയർത്തി സംസാരിക്കാൻ അവരോട് അങ്ങോട്ട് ആഞ്ഞ് ചെല്ലുന്നുണ്ട്, പിടിച്ചു നിർത്തുന്നുണ്ട്. ഈ കൂട്ടപ്പൊരിച്ചിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇതാണ് അവിടുത്തെ സീൻ. അവിടെ പരിക്ക് പറ്റിയിട്ടുണ്ടാകാം. ഇന്ന് ചർച്ചകൾ പോലും എന്താണെന്നറിയോ? വീണ ജോർജ് നാടകമാണോ കളിക്കുന്നത്? മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യുന്നു, അത് തന്നെ മാധ്യമങ്ങൾ ആവർത്തിച്ച് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിലെ തമാശ. അതുമാത്രമല്ല, പല മാധ്യമങ്ങളും, പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ, ഇപ്പോൾ മനോരമ, മീഡിയ വൺ, അതുപോലെയൊക്കെയുള്ള പല മാധ്യമങ്ങളും ഞാൻ കണ്ട ചില സംഗതികൾ, കഴുത്തുളുക്കിയാൽ എന്ത് ചെയ്യണം എന്ന മട്ടിലുള്ള ട്രോളുകൾ കൊടുക്കുക. ഒരു സ്ത്രീ, ഒരു വനിതാ മന്ത്രി എന്നുള്ളത് പോട്ടെ, ഒരു സ്ത്രീക്ക് നേരെ ഈ നിലയ്ക്കുള്ള ഒരു പ്രതിഷേധം ഉണ്ടായതിന് ശേഷം അവർക്ക് പരിക്കേറ്റിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇവർ കൺഫേം ചെയ്തിട്ടുണ്ടോ? അതിനുശേഷമാണോ ഈ ട്രോളുകളിലേക്ക് കിടക്കുന്നത്? ഇത് നാടകമാണെന്ന ആരോപണത്തിലേക്ക് കിടക്കുന്നത്? ഞാൻ ഇന്നും എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പൊളിറ്റീഷ്യൻസ് പറയുന്നതിലല്ല. പൊളിറ്റീഷ്യൻസ് കുറച്ച് ഓവറാക്കി പറയും. അതിന് കാരണം എന്താ? തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യമാണ്. സ്വാഭാവികമായും ശ്യാമലി ഇവിടെ പറഞ്ഞു നിർത്തിയ ഭരണനേട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിശക്തമായി പ്രതിഷേധിക്കാനുള്ള ഒരു പഴുത് കിട്ടിയാൽ പ്രതിഷേധിക്കും പ്രതിപക്ഷം. അങ്ങനെ പ്രതിഷേധിക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ആ പ്രതിഷേധിച്ചാണ് അവർക്ക് ജനാധിപത്യത്തിൽ അവരുടെ സ്ഥാനം ഉറപ്പിക്കാൻ കഴിയൂ, തെരഞ്ഞെടുപ്പിൽ അവരുടെ സ്ഥാനം ഉറപ്പിക്കാൻ കഴിയും. ആ മട്ടിലുള്ള പ്രതിഷേധം അവിടെ നടക്കണം. പക്ഷേ അവിടെ മാധ്യമങ്ങൾ ചെയ്യുന്ന പണി എന്താണിത്?
അത് എനിക്ക് ഇന്നലെ കുറേ പേര് ഈ വിഷയത്തിൽ തന്നെ ഇതിൻ്റെ ചർച്ച ഈ ഗതിക്കായപ്പോൾ ആളുകൾ വിമർശിച്ചതാണ്, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെ. പക്ഷെ ഇന്ന് വീണ്ടും കാണുമ്പോൾ അതിനേക്കാൾ വഷളായിട്ടാണ് ഈ വിഷയത്തെ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. കാരണം അവർക്കിതിൽ എന്താണ് റോൾ, അവരെടുക്കേണ്ട റോൾ എന്താണ് എന്നുള്ളതിൽ ഒരു പ്രശ്നമുണ്ട്. അവർ പറയുന്നത്, ഇപ്പം ഗോവിന്ദ മാഷ് പറയുന്നുണ്ട് കയ്യിൽ പിടിച്ച് തിരിച്ചു, കഴുത്തിന് ഇടിച്ചു എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. അത് പറയട്ടെ മാധ്യമങ്ങൾ, ഒരു സംശയം വേണ്ട. അങ്ങനെ അവരും അത് പറയും. എന്താണ്, ഭരണപക്ഷത്തു നിന്നും ഈ സ്വഭാവത്തിൽ തന്നെയാണ്, ഓവറാക്കി തന്നെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുക. കാരണം എന്താ, തെരഞ്ഞെടുപ്പ് വരികയാണ്, ആ സമയത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്, ഒരതിക്രമമാണ് KSUവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിനെ പരമാവധി എൻകാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് ആ മട്ടിൽ നടന്നോട്ടെ എന്നവരും തീരുമാനിക്കും. അതവിടെ തീരുമാനിക്കും. അതിനെ എടുത്തു പറയാം, അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ രാവിലെ മുതൽ പറയുന്നുണ്ടല്ലോ, വിഷ്വൽ നിങ്ങൾ നോക്കൂ, ഇന്നതാണ് സംഭവിച്ചിട്ടുള്ളത്. അവിടെ കൈ പിടിച്ച് തിരിച്ചിട്ടില്ലെന്നും ഈ കഴുത്തിൽ പിടിച്ച് ഞെക്കിയിട്ടില്ലെന്നും ഞാൻ 12 മണിക്ക് നിൽക്കുമ്പോൾ നമ്മൾ തന്നെ പറയുന്നുണ്ട്. ഈ വിവരം ഇങ്ങനെയല്ല യഥാർത്ഥത്തിൽ. സത്യത്തിലേക്ക് നിങ്ങൾ വരൂ, സത്യം പറയൂ, സത്യം കാണൂ. അതിന് പകരം എന്താണ് മറ്റേ ഈ പെടലിക്ക് ഇതിട്ടിട്ട് മറ്റേ മീശമാധവൻ സിനിമയ്ക്കകത്ത് നടക്കുന്ന സ്റ്റില്ലൊക്കെ ഇട്ട് ട്രോൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്യമമായി പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ കരുതിയിരിക്കുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഇന്ന് അടിയന്തരമായി നിറവേറ്റേണ്ടത് ഇതാണ് എന്നുള്ള മട്ടിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അത് ഈ വീണ ജോർജിനെതിരെ അവരെ മാത്രം തെരഞ്ഞു പിടിച്ച് നടക്കുന്ന അസൂയയും കുശുമ്പും നിറഞ്ഞ മാധ്യമങ്ങളുടെ ഇടപെടലിൻ്റെ ബാക്കിയാണ്. അതിൻ്റെ ഒരു സംശയം വേണ്ട. കൂടുതൽ സഹപ്രവർത്തകർക്ക് വല്ലാത്ത വിഷമമുണ്ട് ആ കാര്യത്തിൽ. കാരണം ഈ ശ്യാമിലി ഇവിടെ പറഞ്ഞ ഭരണ നേട്ടങ്ങളിലേക്ക് അത് ഇപ്പോൾ കേവലം ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിച്ചൊന്നുമല്ല. കാലങ്ങളായി അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അത് കടന്നു പോകുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇപ്പോൾ അതിന് കുറേ കൂടി അതിൻ്റെ മൊമെൻറ്റം കുറേ കൂടി വേഗത്തിലായിട്ടുണ്ട്. അതിൻ്റെ തെളിവ് നമ്മൾ കാണുന്നുണ്ട്. ഇന്നിപ്പോൾ തന്നെ നമ്മൾ കണ്ടു, ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരും KSU പ്രവർത്തകരും ഒക്കെ പോയി നിൽക്കുന്ന ആശുപത്രികൾ കണ്ടാൽ തന്നെ ഇതിൽ സംഗതി ഈ കേസിൽ അവർക്ക് അധികം വാദിച്ച് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത്. അതായത് വീണ ജോർജിനെതിരെ. കാരണം എന്താണ്, ആ ആശുപത്രികളെല്ലാം നല്ല ഗംഭീര ആശുപത്രികളായി മാറിയിട്ടുണ്ടെന്നുള്ളതൊരു സത്യമാണ്. അത് നമ്മൾ ചുറ്റും നോക്കിയാൽ അത് കാണാൻ കഴിയും. പക്ഷേ അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഈ ആശുപത്രി പോരാ. അല്ലെങ്കിൽ ഇവിടെ പണ്ടൊക്കെ സമരം നടന്നുകൊണ്ടിരുന്നത് എന്താണെന്നറിയാമോ? പണ്ട് ആശുപത്രി സമരം നടത്തുക, ആശുപത്രിയിലെ ടോയ്ലറ്റ് വൃത്തിയില്ലാത്തതാണ്, അവിടെ മരുന്നില്ല, പാരസെറ്റമോൾ ഇല്ല എന്നൊക്കെ പറഞ്ഞില്ല. ഇന്ന് ആ സമരത്തിന് സാധ്യതയില്ല. പക്ഷേ അവർക്ക് സമരത്തിന് സാധ്യതയുണ്ട്. ഇപ്പോൾ കത്രിക വയറ്റിൽ കുടുങ്ങിയത് ഏത് കാലത്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ചർച്ച വേറെ നടക്കുന്നുണ്ട്. പക്ഷേ മെഡിക്കൽ നെഗ്ലിജൻസ് അതൊരു തരത്തിലും അനുവദിക്കാൻ കഴിയില്ല. അത് ഒന്നാമതെന്താണ്, ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളോട് മത്സരിച്ച് നിൽക്കുന്ന ആശുപത്രികൾ കേരളത്തിലുള്ളപ്പോൾ അത് മാത്രമാണോ ഈ പറയുന്ന ഉത്തർപ്രദേശിൽ ഇപ്പം ഇദ്ദേഹം എന്താണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്, ഈ മന്ത്രി കൊള്ളത്തില്ല എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നതെങ്കിലും ഉത്തർപ്രദേശിൽ 37 ശിശുമരണ നിരക്ക്, ഇവിടെ അത് 5 ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഇവർക്കൊന്നും പറയാനായിട്ട്. അത് പൊളിറ്റീഷ്യൻസ് അങ്ങനെ പലതും പറയും. പക്ഷേ ഇതൊക്കെ ആയിരിക്കുമ്പോഴും ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടായ സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് ഉൾക്കൊള്ളണം. ആത്യന്തികമായി അവനവനെക്കുറിച്ച് ഒരു മിനിമം അഭിമാനബോധത്തോടെ നിന്നുകൊണ്ട് വേണം മാധ്യമപ്രവർത്തകരും ഈ പണിയൊക്കെ എടുക്കാനായിട്ട്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ ദിവസം ഇതിനാണോ ഈ പറയുന്നവരാരെങ്കിലും ഇതിൽ വസ്തുത എന്താണ് എന്നുള്ളത് അവതരിപ്പിക്കാൻ വേണ്ടി എത്ര പേര് ശ്രമിക്കുന്നുണ്ട്? എല്ലാവരും അല്ല, പല മാധ്യമങ്ങളും ആ കാര്യത്തിലുള്ള കൃത്യമായി ശ്രമം നടത്തിയിട്ടുണ്ട്. വസ്തുത എന്താണെന്ന് ജനങ്ങളോട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. ഒരു വനിതാ മന്ത്രിക്ക് നേരെ നടന്നിരിക്കുന്ന ഒരു വലിയ അതിരുവിട്ട പ്രതിഷേധം, അതിന് തൊട്ട് പിന്നെ അത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറുമ്പോൾ വസ്തുത എന്താണെന്ന് അന്വേഷിക്കാനുള്ള ബാധ്യതയുണ്ടല്ലോ അവിടെ. മഴ പെയ്യുന്നു എന്നുള്ളത് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടല്ല, ജനൽ തുറന്നു നോക്കി പുറത്ത് മഴ പെയ്യുന്നുണ്ടോ എന്ന് കണ്ടിട്ട് അത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ ഈ പണി. അതിന് പകരം ഇന്ന് ആദ്യന്തം വീണ ജോർജിൻ്റെ അഭിനയ പാഠവത്തെക്കുറിച്ച് പറയാനാണ് പല മാധ്യമങ്ങളും ശ്രമിച്ചത്, മാധ്യമ പ്രവർത്തകർ ശ്രമിച്ചത്, ഇതിന് പല റിപ്പോർട്ടർമാരും ശ്രമിച്ചത്. അതൊക്കെ ശരിയായ രീതിയല്ല എന്ന് വീണ്ടും എനിക്ക് പറയേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട്. ഇന്നലെ തന്നെ എൻ്റെ മാധ്യമപ്രവർത്തകരായ സുഹൃത്തുക്കൾ തന്നെ ഈ രൂക്ഷമായി വ്യക്തിപരമായി എന്നെ വിമർശിച്ചിരുന്നു. അതിന് കാരണം ഇതാണ്, നമ്മളിത് തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, വീണ ജോർജിൻ്റെ വീടിൻ്റെ ഇവിടെ വലിയ സമരം നടക്കുന്നു, പ്രശ്നങ്ങൾ നടക്കുന്നു, പ്രതിഷേധം നടക്കുന്നു. ആ വീട്ടിലേക്ക് വസതിയിലേക്ക് കയറിയുള്ള സമരങ്ങളുടെ ശ്രമമൊക്കെ നടക്കുമ്പോൾ വീണ ജോർജിൻ്റെ ഭർത്താവ് വന്ന് അവിടെ പ്രതിഷേധിച്ചു. ഏതാണ് എല്ലാം കഴിഞ്ഞോ നന്നായിട്ട് എടുത്തു എന്നിട്ട് പോക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ പ്രതികരിച്ചു. കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ അവതാരകൻ്റെ പ്രധാനപ്പെട്ട പ്രയോഗം എന്താണെന്നറിയോ? ചക്കിക്കൊത്ത ശങ്കരൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചർച്ച ചെയ്യാൻ എനിക്ക് അയ്യേ എന്നല്ലാതെ എന്താണ് പറയുക ഇതിനൊക്കെ?
അതാണ് അവസ്ഥ. അപ്പോൾ വസ്തുത എന്താണെന്ന് പറയുക, ആ വസ്തുത എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഈ കാര്യത്തിൽ എന്താണ്? ഈ കാര്യത്തിൽ വീണ ജോർജിൻ്റെ കഴുത്തിന് പിടിച്ച് ഞെരിച്ചിട്ടില്ല, കൈ പിടിച്ച് തിരിച്ചിട്ടില്ല, കൊലപാതക ശ്രമം ഒന്നും ഏതായാലും തൽക്കാലം അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഭയക്കാം, ഇതെന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. ആ ഭയപ്പാട് അവിടെ ഉണ്ടായിട്ടുണ്ട്, അങ്കലാപ്പ് അവിടെ ഉണ്ടായിട്ടുണ്ട്, പോലീസ് ഇടപെട്ടിട്ടുണ്ട്, പിടിച്ചു നിർത്തിയിട്ടുണ്ട്. വീണ ജോർജിൻ്റെ കഴുത്തിൽ അതിപ്പോൾ ആരുടെ കൈയാണ് തട്ടിയിട്ടുള്ളതെന്നൊക്കെ നമ്മൾ നോക്കിയപ്പം അത് പോലീസുകാരൻ്റെ ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കേണ്ട സാഹചര്യമുണ്ട്. അത് മനസ്സിലാക്കിയതിന് ശേഷം ഒരു കൺക്ലൂഷനിലേക്ക് എത്തട്ടെ. ബാക്കി രാഷ്ട്രീയ മുതലെടുപ്പുകളൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കട്ടെ. പക്ഷേ മാധ്യമങ്ങൾ സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം. അതെ, ഒരു എമ്പതി അത് കാണിക്കണം. KSU പ്രതിഷേധവും അതിനെ തുടർന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിനുണ്ടായ ഗുരുതര പരുക്കും രാഷ്ട്രീയമായി വലിയ വാദപ്രതിവാദങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ജനാധിപത്യപരമായ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കേണ്ട പ്രതിഷേധങ്ങൾ വ്യക്തിപരമായ അതിക്രമങ്ങളിൽ കിടക്കുന്ന കാഴ്ചയാണ് കണ്ണൂരിൽ നാം കണ്ടത്. ആശയപരമായ പോരാട്ടത്തിന് പകരം വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്കും ആക്രമണങ്ങളിലേക്കും വഴിമാറുന്നതൊട്ടും മാതൃകാപരമല്ല എന്ന് മാത്രമല്ല, അത്യന്തം അപകടകരവുമാണത്. ജനാധിപത്യത്തിൻ്റെ മൂല്യച്യുതിയെന്നേ ഇത്തരം പ്രതിഷേധങ്ങളോടും അതിക്രമങ്ങളോടും വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ശാമരി പറയണം. അത് വേറൊന്നുമല്ല, ഈ സമരങ്ങൾ, പ്രതിഷേധങ്ങളുണ്ടല്ലോ, അത് കൂടുതൽ അക്രമങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് അതിനേക്കാൾ കുഴപ്പം പിടിച്ച പരിപാടിയാണ്. ഇപ്പോൾ എല്ലാ KSUവിൻ്റെ കോൺഗ്രസിൻ്റെ ഓഫീസുകൾക്ക് അങ്ങ് തീർത്ത് കളയാം എന്ന് വിചാരിക്കുന്നത് അതിനേക്കാൾ അബദ്ധം പിടിച്ച പരിപാടി. ഈ ദിവസം അത് അവസാനിപ്പിക്കുക എന്നതാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് അടുത്ത ഭരണത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ അവർക്കും നല്ലത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അണികളെ ഇങ്ങനെ ആവേശം കൊള്ളിക്കാൻ നേതൃത്വങ്ങൾ ഇങ്ങനെ അതിക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഭാവിയിൽ ഉണ്ടാക്കുന്ന ഡാമേജ് വളരെ വലുതായിരിക്കും. കണ്ണൂരിലെ സംഭവത്തിലായാലും മറ്റ് രാഷ്ട്രീയ സാഹചര്യങ്ങളിലായാലും വിയോജിപ്പുകൾ മാന്യമായ രീതിയിൽ അറിയിക്കുന്നതാണ് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേരുന്നതെന്ന് ഇനിയെങ്കിലും രാഷ്ട്രീയ നേതൃത്വങ്ങൾ മനസ്സിലാക്കണം. എന്തിൻ്റെ പേരിലാണ് ആരോഗ്യമന്ത്രിക്കെതിരെ നിങ്ങൾ പ്രതിഷേധിക്കുന്നത് എന്ന ചോദ്യത്തിനെങ്കിലും പ്രതിപക്ഷം കൃത്യമായ മറുപടി പറയേണ്ടതുണ്ട്. ആ ചോദ്യം ആവർത്തിക്കപ്പെടുന്നുണ്ട്, അത് ജനങ്ങൾ കേൾക്കുന്നുണ്ട്. ആശുപത്രിയിൽ പോകുന്ന ആളുകളാണത്. ആ ആശുപത്രിയുടെ ഒരു സ്ഥിതി എന്താണെന്നുള്ളത് ആളുകൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ എന്തിനാണ് നിങ്ങൾ പ്രതിഷേധിക്കുന്നത് എന്നതിന് വ്യക്തമായ മറുപടി കൊടുക്കേണ്ടതുണ്ട്. ചികിത്സാ പിഴവുകൾ നടന്നു എന്നത് കരുതുന്ന കാലത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആയിരുന്നുവോ മന്ത്രി? ആ കാര്യത്തിൽ പ്രതിപക്ഷത്തിന് കൃത്യമായ ഉത്തരവുണ്ടോ? വീണ ജോർജിൻ്റെ കാലത്ത് ആരോഗ്യവകുപ്പ് നേടിയ നേട്ടങ്ങൾ വിസ്മരിക്കാൻ അങ്ങനെ കഴിയുമോ? വീണ ജോർജിനെതിരായ അതിക്രമവും അധിക്ഷേപ പരാമർശങ്ങളും ആരോഗ്യകരമായ രാഷ്ട്രീയ സംവാദങ്ങളുടെ സാധ്യത ഇല്ലാതാക്കാനല്ലേ ഉപകരിക്കൂ എന്നുള്ള സംശയവുമാണ് ബാക്കി. തീർച്ചയായും മെഡിക്കൽ നെഗ്ലിജൻസിനെതിരെ അത് വീണ ജോർജ് ഉത്തരവാദിയാണെങ്കിൽ, അവർക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അതിൽ അതിശക്തമായ പ്രതിഷേധം പ്രതിപക്ഷം നടത്തണം എന്ന കാര്യം കൂടി ആവർത്തിച്ച് ഓർമ്മിച്ചുകൊണ്ട്